തീർച്ചയായിട്ടും. ഇപ്പോൾ 14 വർഷമായി തുടർന്നു പോയ ഒരു തെറ്റ്, നീതികേട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാന നിമിഷമെങ്കിലും ഇങ്ങനെ ഒരു മാറ്റം അത് കൊണ്ടുവന്നതെന്നാണ് മന്ത്രി അടക്കം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഇത് സിസ്റ്റത്തിന്റെ പിഴവാണ് എന്നുള്ള കാര്യം പറയാതെ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം നമ്മുടെ പ്രൊഫസർ എ ജി ജോർജ് പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റത്തിന്റെ പിഴവാണെന്നുള്ളത് പറയാതെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ തകരാറെന്ന് പറയുമ്പോൾ അതിന് ആരാണ് ഉത്തരവാദി? അത് പരിഹരിക്കേണ്ടത് ആരാണ്? ഒരു തകരാറെന്ന് പറഞ്ഞ് മാത്രം കൈയൊഴിയാൻ കഴിയുന്നതാണോ? അങ്ങനെയെങ്കിൽ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ 14 വർഷം നമ്മുടെ പഠിച്ചിറങ്ങിയ കുട്ടികളോടൊക്കെ ചെയ്തത് നീതികേട് തന്നെ അല്ലായിരുന്നു? 2011 ആദ്യമായി ഈ സമീകരണം സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ 2018 ശേഷമാണ് പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയാലും ഉയർന്ന റാങ്കുകളിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. അതിന് കാരണം 2018 ശേഷം പൊതുവിദ്യാഭ്യാസ മേഖലയില്, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയില് കുട്ടികളുടെ എണ്ണം കൂടുകയും അതിനനുസരിച്ച് ചില മാർക്കുകൾ കൂടുകയും ചെയ്യുണ്ടായി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഉന്നത റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഞങ്ങൾ അന്നു മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ സമീകരണം യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ 2021 ഒരു വിദ്യാർത്ഥിക്ക് 68 ഒന്നാം റാങ്ക് കിട്ടി, എൻട്രൻസ് പരീക്ഷ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് 68 റാങ്കിലേക്ക് പിന്തള്ളപ്പെടുകയും അവനെ ആവശ്യപ്പെടുന്ന കോളേജുകൾ കിട്ടാതെ വരികയും വരുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് 2024 എൻട്രൻസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും, പൊതുപരീക്ഷയിൽ മുഴുവൻ മാർക്കും കിട്ടിയ കേരള സിലബസിലെ 2 വിദ്യാർത്ഥികൾക്ക് 2023 പാസ്സായ പെൺകുട്ടിക്ക് 24 റാങ്കും 2024 പാസ്സായ ആൺകുട്ടിക്ക് 84 റാങ്കിലേക്കും മാറ്റി എന്നുള്ളതാണ്. അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നടത്തുമെന്ന് വ്യാപകമായി പൊതുസമൂഹത്തോട് പറയുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം, ആ സാഹചര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് മാത്രമല്ല, ഉന്നത റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഏകദേശം CBSE റാങ്കുകളിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അതായത് 120 റാങ്ക് വരുന്ന കുട്ടിക്ക് 88 റാങ്ക് കിട്ടുമ്പോൾ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടിക്ക് 100ാമത്തെ സ്ഥാനം, എൻട്രൻസ് പരീക്ഷയിൽ 100ാമത്തെ സ്ഥാനമാണെങ്കിൽ അവന്റെ റാങ്ക് 200 മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലനിന്നു. പൊതുവിദ്യാലയങ്ങളിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാലയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുന്നോക്കമാണ്. എന്നാൽ സാമ്പത്തികമായി അവരൊക്കെ പിന്നോക്കക്കാരാണ്. എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ പോകാൻ കഴിയാത്ത കുട്ടികളാണ്. ആ കുട്ടികൾ ഉന്നത റാങ്ക് കരുത്തമാക്കരുത് എന്ന ആരൊക്കെയോ കരുതിക്കൂട്ടി ചെയ്തതുപോലെയാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ ആ സാഹചര്യത്തെ നേരിടുവാൻ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു ഉന്നത കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ നാളിതുവരെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതായി നമുക്കറിയില്ല. ആ ഒരു ചർച്ചയ്ക്ക് വെച്ചതായി അറിയില്ല. ഇതിനെക്കുറിച്ച് പഠിച്ചു എന്ന് പറയുന്നു. ആ പറഞ്ഞ റിപ്പോർട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലോ അധ്യാപക സമൂഹത്തിന് മുന്നിലോ വെച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പ്രോസ്പെക്ടസ് ഫെബ്രുവരി മാസം പുറത്തിറക്കുമ്പോൾ 2018 വെച്ച അതേ പ്രോസ്പെക്ടസ് തന്നെയാണ് പുറത്തുവിട്ടത്. അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഇത് നടക്കില്ല, ഇത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിനകത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, പ്രോസ്പെക്ടസിൽ എന്ത് മാറ്റം വരുത്താനുള്ള അധികാരം സർക്കാരിനുണ്ട്. ഇന്ന് കോടതി ചോദിച്ചതുപോലെ പരീക്ഷ എഴുതി റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ്
സർക്കാർ പ്രോസസ്സിൽ മാറ്റം വരുത്തി റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇത് ആര് പറ്റിക്കുവാനാണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ സർക്കാർ വഞ്ചിക്കുകയാണ്, അതുകൊണ്ട് ചതിക്കുകയാണ്. പൊതുവിദ്യാലയ സംരക്ഷകരെന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ പൊതുവിദ്യാലയങ്ങളെ തകർക്കുവാനുള്ള ശ്രമം നടത്തുന്നതെന്ന് ഞങ്ങൾ പറയും. ശരി, ഈ റിസൾട്ട് വന്ന് അല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കോടതി സമീപിക്കുമ്പോഴും ഈ സർക്കാരിന്റെ മാറ്റം ആത്മാർത്ഥമാണെങ്കിൽ ഒരു ഓർഡിനൻസിനോട് ഓർക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇത്രയധികം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവരെ തകർക്കുന്ന ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല. അത് ഒരു പ്രധാന കാര്യം ഓർക്കുന്നുണ്ട്. 2018 44,000 കുട്ടികളാണ് CBSE നിന്ന് കേരളത്തിലേക്ക് വന്നത്. ഇനി 2025 വെറും 15,000 കുട്ടികൾ മാത്രമാണ് CBSE നിന്നും കേരളത്തിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ മറ്റു ധാരകളിൽ നിന്നും മറ്റു സേനകളിൽ നിന്നും കേരള സിലബസിലേക്ക് വിദ്യാർത്ഥികൾ വന്ന പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടരുത് എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ലോബികൾ ഈ എൻട്രൻസ് പിന്നീടുണ്ടായി എന്ന് ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾക്കറിയാം, സംസ്ഥാനത്ത് ഈ കേരള സംസ്ഥാനം ഇന്ത്യയിൽ എവിടത്തും ഈ രീതിയിലുള്ള സമീപനം നടപ്പിലാക്കിയിട്ടില്ല. തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല, തൊട്ടടുത്ത സംസ്ഥാനങ്ങളൊന്നുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെയൊരു സമീകരണം? 14 വർഷക്കാലം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ചതിച്ചു എന്നാണ് ഞങ്ങൾ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തേണ്ടത് ആവശ്യമാണ്, സമയത്ത് തിരുത്തണം. അല്ലാതെ കാലങ്ങൾ കഴിഞ്ഞിട്ട് പറ്റിക്കുന്ന രീതിയിലേക്ക് എതിർപ്പ് കാണിക്കുന്ന നടപടി അങ്ങേയറ്റം അംഗീകരിക്കാനാവില്ല. ശരി, ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. അതായത് CBSE പഠിക്കുന്ന കുട്ടിക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ കീമിൽ വരുന്ന റാങ്ക് ഏത് രീതിയിലായിരിക്കും? നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ്, നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് റാങ്കിൽ പ്രതിഫലിക്കുന്നത്? കഴിഞ്ഞ വർഷം കേരള സിലബസിൽ ഒന്നാം റാങ്ക് എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് കിട്ടി. കുട്ടിക്ക് 27 മാർക്കാണ് കുറഞ്ഞത്. അതേസമയം CBSE കുട്ടിക്ക് 8 മാർക്ക് കൂടി. അതായത് ആ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടിയുടെ കഴിവിനെ ഞങ്ങൾ കുറയ്ക്കുകയല്ല. CBSE വിദ്യാർത്ഥികൾ മോശക്കാരാണെന്നല്ല പറഞ്ഞത്. കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടും CBSE പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു വിഷയത്തിൽ 3 മാർക്ക് കുറഞ്ഞിട്ടും അവൻ ഒന്നാം റാങ്ക് കരസ്ഥമാക്കുകയും എൻട്രൻസ് പരീക്ഷയിലും പൊതുപരീക്ഷയിലും ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കേരള സിലബസിലെ വിദ്യാർത്ഥിക്ക് 24 റാങ്കും 85 റാങ്കിലേക്ക് മാറ്റിയെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിൽ മാറ്റം കാണേണ്ടത്? എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ. ശരി ശരി